മലയാളിയുടെ അടുക്കള വിഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമായ കോഴിയിറച്ചിക്ക് ഇപ്പോൾ തീവിലയാണ്. കിലോയ്ക്ക് 250 മുതൽ 260 രൂപ വരെയാണ് കോഴിവില. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് കോഴിത്തീറ്റയിലുണ്ടായ വില വർധനവാണ് നിലവിൽ വില കൂടാൻ കാരണമെന്നാണ് ഫാം ഉടമകളും കച്ചവടക്കാരും പറയുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം ഡീസൽ വില വർദ്ധിപ്പിച്ചതും സോയ, ചോളം എന്നിവയുടെ ലഭ്യതക്കുറവുമാണ് കോഴിത്തീറ്റ വില വർധനയ്ക്ക് കാരണം. നിലവിൽ 2500 രൂപ കൊടുത്താണ് ഫാം ഉടമകൾ ഒരു ചാക്ക് കോഴിത്തീറ്റ വാങ്ങുന്നത്. 50 കിലോയുടെ ഒരു ചാക്കിന് 500 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതിനു പുറമെ കോഴിക്കുഞ്ഞുങ്ങളുടെ വിലയും ഇരട്ടിയോളമായി. രണ്ടാഴ്ച മുൻപ് 15 രൂപയുണ്ടായിരുന്ന കോഴിക്കുഞ്ഞിനിപ്പോൾ 35 രൂപയാണ് വില. ചെലവ് ഇരട്ടിയായതോടെ ഫാം ഉടമകൾക്ക് വില കൂട്ടുകയല്ലാതെ മറ്റു വഴികളും ഇല്ലാതായി. ഫാം ഉടമകളും ഇടനിലക്കാരും വില വർദ്ധിപ്പിച്ചതോടെ കച്ചവടക്കാരും വില കൂട്ടാൻ നിർബന്ധിതരാവുകയാണ്. മഴക്കാലം തുടങ്ങിയതോടെ കല്യാണം ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ നടക്കാത്തതും തിരിച്ചടിയായി. കേരളത്തിലെ കോഴിക്കച്ചവടം നേരിടുന്ന മറ്റൊരു ഭീഷണി തമിഴ്നാട്ടിലെ കുത്തകകളാണെന്നും ഫാം ഉടമകൾ ആരോപിച്ചു. തിരഞ്ഞെടുപ്പിന് നാട്ടിൽ പോയ അതിഥി തൊഴിലാളികളിൽ പലരും തിരിച്ചെത്താത്തതും പ്രതിസന്ധിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.